22 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് നിന്ന് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദന നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. ബ്രോ കറന്റ് ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ വിരലിൽ എണ്ണാൻ പറ്റാത്ത നല്ലൊരു എക്സാക്ട് ഉണ്ട്. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് വണ്ടി. അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. ശരിയാണല്ലോ അൻവിനെ. ഒരു BMW, ഒരു വോക്സ്വാഗന്റെ വാൻ, ഒരു നിസാൻ പെട്രോൾ, ഇത് ഞാനും ഇത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. 21 വണ്ടി എന്ന് പറഞ്ഞിട്ട് 21 കാണുന്നില്ലല്ലോ. എവിടെ അങ്ങനെ 21 വണ്ടി? 3 ഞാൻ പറഞ്ഞു. 21, 20, 19, 18. ബാക്കി 18 വണ്ടിയുടെ അൻവിനെ, ബാക്കി 18 വണ്ടിയുടെ അത് പുള്ളി പറഞ്ഞ പോയിന്റാണ്. ഞാൻ മനസ്സിലാക്കാതെ 21 വണ്ടി ഉണ്ട്, വില എണ്ണാൻ പറ്റുന്ന 21 വണ്ടി ഉണ്ടെങ്കിൽ എവിടെ ബാക്കി 18? കണ്ടില്ലേ? ഓക്കെ, ബാക്കി 18 വണ്ടിയുടെ കാണില്ലേ. ബാക്കി എന്തിനും വണ്ടി പറഞ്ഞ ചുമ്മാ തല്ലേ ശരിയായില്ല. അൻവിനെ കാണില്ലേ, ഷോമിതപ്പോ അൻവിനെ കൊണ്ട് കാണില്ലേ. ബാക്കി 18 വണ്ടി ഇവിടെ, ഏതൊക്കെ ഏത് മോഡല്? ആകെ ആ ഒരു BMW മാത്രമല്ല അൻവിനെ നടിച്ചേക്കുന്നത്. പിന്നെ ഒരു വോക്സ്വാഗന്റെ വാൻ കിടപ്പുണ്ട്, പിന്നെ നിസാൻ പെട്രോൾ കിടപ്പുണ്ട്. അത് വർക്ക്ഷോപ്പിലാണ്. കേരളത്തിലാണ് പാർട്സ് കിട്ടാതെ വർക്ക്ഷോപ്പിൽ കിടന്നെന്ന് പറയുന്നത് നമ്മൾ പിന്നെ സഹിച്ചേനെ. പഴയ വണ്ടി, വിന്റേജ് വണ്ടി. UK പെട്രോളിന് പാർട്സ് കിട്ടില്ല. ഷെയിം ഓഫ് യു മാൻ, ഷെയിം ഓഫ് യു. ഇങ്ങനെ അവയെ കാർ എന്തൂസിയാസിസ്റ്റ് വണ്ടി ശരിയാകുമ്പോൾ പൈസ ഇല്ലേ? ഓരോരുത്തമാരൊന്നും പറഞ്ഞില്ല. അൻവിനെ എന്താണ് മാൻ കാർ എന്തൂസിയാസിസ്റ്റ്? ഷെയിം ഓഫ് യു മാൻ, ഷെയിം ഓഫ് യു. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല. 2017 അത് വാങ്ങിച്ചാരാണെന്നുള്ളത് നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അവന്റെ റെന്റ് അടച്ചില്ലാന്ന് നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ ഇത് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് കാണിക്കുന്നില്ല മാൻ? യു ആർ ഹിയർ ടു എക്സ്പോസ് who Anvin really is, who really are. Then why are you not exposing that guy who is the owner of that farmhouse? എന്തുകൊണ്ട് നീ കാണിക്കുന്നില്ല? കാണിച്ചാലല്ലേ നമുക്കത് തെളിവായിട്ട് എടുത്ത് അൻവിനെ എക്സ്പോസ് ചെയ്ത് അൻവിൻ അങ്ങനെ കാണിച്ച് അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് സ്കാം ചെയ്ത് നമുക്ക് കൺഫേം ആക്കി ഉറപ്പിച്ച് പറയാൻ പറ്റൂ. You have to take that reach by converting the exposing part into 3 reach. അതാ, നിങ്ങൾ 3 ഉണ്ടാക്കുമ്പോൾ ഞാൻ 4 ഉണ്ടാക്കുന്നത്.